ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ എ ഡ്രോപ്പ് ഓഫ് ചേഞ്ച്. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായമാകുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷനാണ് മെത്തേഡ്സ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. ഇതിലെ സെക്കൻഡ് മെത്തേഡാണ് നോക്കുന്നത് ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ നേരത്തെ പറഞ്ഞ ഇൻട്രോസ്പെക്ഷൻ പോലെ തന്നെ ഒരു ഓൾഡസ്റ്റ് മെത്തേഡാണ്. അതായത് മനുഷ്യൻ ഇതുവരെ ഒരുപാട് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലെ മെത്തേഡ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ പുരാതനമായിട്ടുള്ളൊരു മെത്തേഡാണ് ഒബ്സർവേഷൻ. അപ്പം അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഈ കർഷകർക്ക് കാറ്റിൻ്റെ ചെറിയ വ്യത്യാസം അല്ലെങ്കിൽ മഴയുടെ വരവ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതെന്തുകൊണ്ടാണ്? അവർ പ്രകൃതിയുമായി വളരെയധികം തന്നെ ഇണങ്ങി ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർ ഈ കാലാവസ്ഥയുടെ പല രീതിയിലുള്ള വ്യതിയാനങ്ങളും കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇന്ന് മഴ പെയ്യോ അല്ലെങ്കിൽ ഇന്ന് കൊടുങ്കാറ്റുണ്ടാവുമോ, ഇന്ന് നേരത്തെ ഇരുട്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാനായി കഴിയും. അപ്പോൾ ഇതെന്തുകൊണ്ടാണ്? ഇത് ഒബ്സർവേഷൻ എന്ന് പറയുന്നൊരു കാര്യം കൊണ്ടാണ്. അപ്പം ഒബ്സർവേഷൻ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ് ഡീൽസ് വിത്ത് ദ ഒവേർഡ് ബിഹേവിയർ ഓഫ് പേഴ്സൺസ് ഇൻ അപ്രോപ്രിയേറ്റ് സിറ്റുവേഷൻ. ഓരോ സാഹചര്യങ്ങളനുസരിച്ച് പെരുമാറാനുള്ള ആ ഒരു ഓപ്പൺനെസ്, അതാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇനി ജോൺ ഡോളോവർഡ് ഇതിനെ പറയുന്നത് ദ പ്രൈമറി റിസർച്ച് ഇൻസ്ട്രുമെൻറ്റ് വുഡ് സീം ടു ബി ദ ഒബ്സർവിങ് ഹ്യൂമൻ ഇൻ്റലിജൻസ് ട്രൈങ് ടു മേക്ക് സെൻസ് ഔട്ട് ഓഫ് ഹ്യൂമൻ എക്സ്പീരിയൻസ്. അപ്പം ഹ്യൂമൻ എക്സ്പീരിയൻസസിലൂടെ, അതായത് ഒരു മനുഷ്യന് എത്രമാത്രം ബുദ്ധി വൈഭവമുണ്ട് എന്നുള്ളത് മനുഷ്യൻ്റെ എക്സ്പീരിയൻസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം മനുഷ്യൻ്റെ ബുദ്ധി എന്ന് പറയുന്നൊരു കാര്യത്തിനെ അളക്കണമെങ്കിൽ അവന് അനുഭവ സമ്പത്ത് ഉണ്ടാകണം എന്നുള്ളതാണ്. ഈ അനുഭവ സമ്പത്ത് ഉണ്ടാവാൻ എന്ത് ചെയ്യണം? ഒബ്സർവേഷൻ വേണം. ഇങ്ങനെയാണ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ജോൺ ഡൊളാർഡ് പറയുന്നത്. ഒബ്സർവേഷനെ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? ഇൻസ്ട്രുമെൻറ്റ് നമുക്കിങ്ങനെ വേണമെങ്കിൽ പറയാം, മെഷർമെൻറ്റ് വിത്തൗട്ട് ഇൻസ്ട്രുമെൻറ്റ്സ്. ഒരു വസ്തുക്കളുടെയും ഒരു ഇൻസ്ട്രുമെൻസിൻ്റെയും സഹായമില്ലാതെ, ഒരു ഉപകരണങ്ങളുടെയും സഹായമില്ലാതെ എന്തെങ്കിലും ഒരു കാര്യത്തിനെ അളക്കുക എന്നുള്ളതാണ്. എഡ്യൂക്കേഷനിൽ വരുമ്പോൾ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഒരു മെഷർമെൻറ്റ് ടെക്നിക്കാണ്. എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് പാസ്റ്റിൽ സ്റ്റുഡൻസിനെ നമുക്ക് ഓരോ കാലഘട്ടത്തിൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ടല്ലോ. ഒരു കുട്ടിയുടെ അസസ്മെൻറ്റിനെ, അവൻ്റെ വളർച്ചയെ നമുക്ക് ഗുഡ്, ഫെയർ, പുവർ ഇങ്ങനെ പല രീതിയിൽ പറയാം. ഇപ്പോൾ സ്റ്റഡി അസസ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ചില കുട്ടികൾ ഭയങ്കര ലേസി ആയിരിക്കും, ചില കുട്ടികൾ ഡിലിജൻ്റ് ആയിരിക്കും, ബ്രൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്? ഒബ്സർവേഷൻ്റെ ബേസിസിലാണ്. ഇവാലുവേഷൻ എന്ന് ഞാൻ മാത്രം പറയുന്നില്ല, ഒബ്സർവ് ചെയ്താൽ നമുക്കറിയാം ഒരു കുട്ടി പഠിക്കുന്നതാണോ അല്ലെങ്കിൽ പഠിക്കാൻ മാർക്ക് സ്കോർ ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഭയങ്കര എഫിഷ്യൻ്റ് ആണോ, ഇതൊക്കെ നമുക്ക് ഒബ്സർവേഷനിലൂടെ പറയാനായി പറ്റും എന്നുള്ളതാണ്. ഇനി ഒബ്സർവേഷൻ എന്ന് പറയുന്ന കാര്യത്തിന് എന്താ പറയുക, മെറിറ്റ്സും ഉണ്ട് ലിമിറ്റേഷനും ഉണ്ട്. അത് തീർച്ചയായിട്ടും ഉണ്ടല്ലോ. മെറിറ്റ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ബീൻ എ റെക്കോർഡ് ഓഫ് ദ ആക്ച്വൽ ബിഹേവിയർ ഓഫ് ദ ചൈൽഡ്, ഇറ്റ് ഈസ് മോർ റിലയബിൾ ആൻഡ് ഒബ്ജക്റ്റീവ്. അപ്പോൾ ഒരു കുട്ടിയുടെ ആക്ച്വൽ ബിഹേവിയറിനെ റെക്കോർഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര റിലയബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്, ഒബ്ജക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു കുട്ടിയുടെ ബിഹേവിയർ ഒബ്സർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെക്കൊണ്ട് വളരെ എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ടീച്ചേഴ്സായിട്ട് നിൽക്കുമ്പോഴത്തേക്കും കുട്ടികളെ ഒബ്സർവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പിന്നെ ഒബ്ജക്റ്റീവുമാണ്. ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ഇംപേഴ്സണലാണ് എന്നുള്ളത്. അപ്പോൾ ഒരു വ്യക്തിയെ പഠിക്കുക എന്ന് വെച്ചാൽ അയാൾ ജീവിക്കുന്ന ആ ഒരു നാച്ചുറൽ സിറ്റുവേഷൻ വെച്ചിട്ട് ഒരു വ്യക്തിയെ പഠിക്കുക അത് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ടെസ്റ്റ് സിറ്റുവേഷനേക്കാളും കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. മറ്റേതിന് കുറച്ചുകൂടെ സമയം എടുക്കുമല്ലോ. ഇതൊരു ക്ലാസ് റൂം എൻവയോൺമെൻറ്റിൽ ഇരിക്കുമ്പോൾ സ്റ്റുഡൻസിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ്, അവരെങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, ഇതൊക്കെ മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. മറ്റത് കുറേ ബുദ്ധിമുട്ടാണ്. അവരെ ടെസ്റ്റ് പേപ്പർ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അത് കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായി മാറുന്നു. പിന്നെ ഈ ഒരു മെത്തേഡിനെ നമുക്ക് എല്ലാ പ്രായത്തിലുള്ള കുട്ടികളിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ചെറിയ കുട്ടി മുതൽ വലിയ കോളേജ് സ്റ്റുഡൻസ് വരെ നമുക്ക് എല്ലാവരെയും ഈ രീതിയിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ മെത്തേഡ് എന്ന് പറയുന്നത് ഭയങ്കര ഷൈ ആയിട്ടുള്ള കുട്ടികളിൽ പോലും ആപ്ലിക്കബിളാണ്. ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും എന്താണ് അവർക്കുള്ള ആ ഷൈനെസ്സിലുള്ള കാരണം. ഒരുപക്ഷെ ചില ഗേൾസിനും ബോയ്സിനൊക്കെ ഭയങ്കര ഷൈനെസ് ഉണ്ടായിരിക്കും. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ കൂടുതൽ മിങ്കിൾ ചെയ്യാത്തത് കൊണ്ടാണ്. എൻ്റെ ഒരു ഒബ്സർവേഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ്. അപ്പോൾ അതേ കണക്കിന് നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പം പലതിൻ്റെ റീസൺസ് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇറ്റ് ക്യാൻ ബി യൂസ് വിത്ത് എ ലിറ്റിൽ ട്രെയിനിങ് ആൻഡ് ഓൾമോസ്റ്റ് ഓൾ. പിന്നെ ഇത് നമുക്ക് കുറച്ച് ട്രെയിനിങ് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഒബ്സർവേഷൻ. കുറച്ച് ട്രെയിനിങ്ങിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ. എല്ലാ ടീച്ചേഴ്സിനും ഇത് ചെയ്യാൻ പറ്റും. കാരണം നമുക്കൊരു നാച്ചുറലി അങ്ങനെ ഒരു കഴിവുണ്ട്, ഒബ്സർവ് ചെയ്യാനുള്ള കഴിവ്. പിന്നെ ഒരു സ്പെഷ്യൽ ടൂൾ എക്യുപ്മെൻ്റ് ഒന്നും വേണ്ട. ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഇൻസ്ട്രുമെൻ്റ് ഒന്നും വേണ്ട. നമുക്ക് തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. ഒരു മനുഷ്യൻ എത്രത്തോളം ബുദ്ധി കൂടുതലാണോ അത്ര എളുപ്പം ഒബ്സർവേഷൻ എന്ന് പറയുന്ന ജോലി എളുപ്പമാകും എന്നുള്ളതാണ്.
പിന്നെ എല്ലാ സിറ്റുവേഷനിലും യൂസ് ചെയ്യാൻ പറ്റും. ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ യൂസ് ചെയ്യാൻ പറ്റും, വർക്ക്ഷോപ്പ്, ക്ലാസ് റൂം സിറ്റുവേഷൻസ്, എല്ലാ സിറ്റുവേഷൻസിലും ഒബ്സർവേഷൻ എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇൻഡിവിജ്വൽസിലും ഗ്രൂപ്പിലും രണ്ടിലും അഡോപ്റ്റബിളാണ്. കുട്ടികളിലും അതേപോലെ തന്നെ ഒരു വ്യക്തിയുടെ സ്വഭാവം മനസ്സിലാക്കുന്നതിൽ ഒരു ഗ്രൂപ്പിൻ്റെ സ്വഭാവം രണ്ടിലും അത് സഹായമാകുന്നു. ഇനി ഏതൊരു മെത്തേഡിനും കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ടായിപ്പോയാൽ അതിന് ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഡീമെറിറ്റ്സും ഉണ്ടാകും എന്നുള്ളതാണ്. ആ ലിമിറ്റേഷൻ എന്താണെന്ന് നോക്കാം. ദർ ഇസ് എ ഗ്രേറ്റ് സ്കോപ്പ് ഫോർ പേഴ്സണൽ പ്രെജുഡിസ് ആൻഡ് ബയസ് ഓഫ് ചില ആൾക്കാരോട് നമുക്കൊരു മുൻവിധി ഉണ്ടായി പോകാൻ. ചിലപ്പോൾ ഇവർ പഠിക്കില്ല, ഒരിക്കലും പഠിക്കില്ല, അല്ലെങ്കിൽ ഇവർ എന്താ പറയുക, കുറച്ച് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും പഠിക്കുന്ന കുട്ടികളാണ്. അങ്ങനെയുള്ള മുൻവിധികൾ ഉണ്ടായിപ്പോയാൽ ആ മുൻവിധികളുടെ ബേസിസിലെ ഇവരെ നമ്മൾ ഒബ്സർവ് ചെയ്യുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ ചില കുട്ടികളെ പറയുമ്പോഴത്തേക്ക് അവനല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, അവനായിരിക്കും അങ്ങനെ ചെയ്തത്. അപ്പം നമ്മൾ ബയസ്ഡ് ആവുന്നു. അയാളാണോ ചെയ്തത്, അല്ലെങ്കിൽ അയാളാണോ അവിടുത്തെ കുറ്റവാളി, അല്ലെങ്കിൽ അയാളാണോ ആ കുറ്റം ചെയ്തത് എന്നുള്ളത് അന്വേഷിക്കുന്നതിന് പകരം നമ്മൾ തന്നെ ഫസ്റ്റ് ബയസ്ഡ് ആവുകയാണ്. ആദ്യം നമുക്ക് അങ്ങനെ ഒരു ഇമ്പ്രഷൻ ഉണ്ടായിപ്പോയി, ഇയാൾ കുറച്ച് കുറ്റങ്ങൾ ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്ന്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അത് അവനായിരിക്കും ചെയ്തത്, അതിനൊരു സംശയം വേണ്ട എന്നുള്ള രീതിയിൽ ബയസ്ഡ് ആവും. അങ്ങനെയുള്ള ടീച്ചേഴ്സും ഉണ്ട് കേട്ടോ. പിന്നെ റെക്കോർഡ്സ് മേ നോട്ട് ബി റിട്ടൺ വിത്ത് 100% accuracy as the observation is recorded after the actions of the observed. പിന്നെ നമ്മൾ എന്തൊരു കാര്യം ചെയ്താലും 100% ആക്യുറസിയോടുകൂടി റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഓരോ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് അതിനെ റെക്കോർഡ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിലുണ്ടാകുന്ന പ്രശ്നം കൊണ്ടാണ്, പിന്നെ ഒരു ടൈം ലാഗ് ഉള്ളതുകൊണ്ടാണ്. പിന്നെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ സ്വഭാവം മനസ്സിലാക്കാനായിട്ട് ഒബ്സർവർക്ക് മേ ഗെറ്റ് ഓൺലി എ സ്മോൾ സാമ്പിൾ. ഒരു കുട്ടി സ്കൂളിൽ ബിഹേവ് ചെയ്യണത് എങ്ങനെയാണെന്നല്ലേ നമുക്കറിയുള്ളൂ. അയാൾ പുറത്തേക്ക് പോയാൽ, അല്ലെങ്കിൽ വീട്ടിലെത്തിയാൽ, അല്ലെങ്കിൽ വീടിന് പുറത്ത് പോയാൽ എന്താ നമുക്കറിയില്ല. അപ്പോൾ ഒരു ചെറിയ സാമ്പിൾ മാത്രമേ കിട്ടുന്നുള്ളൂ. സ്കൂളിൽ ബിഹേവ് ചെയ്യുന്ന പോലെ ആവണമെന്നില്ല, ഒരു പക്ഷേ വേറൊരു എൻവയോൺമെൻറ്റിൽ. അപ്പം ഇങ്ങനെ നമുക്കത് കറക്റ്റായിട്ട് പറയാൻ പറ്റും. അത് ഒരു ലിമിറ്റേഷൻ ആകുന്നു ഈ ഒരു മെത്തേഡിൻ്റെ. അപ്പം as far as possible observation should be made from several events. അപ്പം ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലല്ല, പല സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാവുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡീമെറിറ്റ് ആവുന്നതിനുള്ള കാരണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് തുടർന്ന് കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.